മയ്യനാട് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് തീരാശാപമായി നിലകൊള്ളുന്നു. കൊല്ലം പട്ടണത്തിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പഞ്ചായത്താണ് മയ്യനാട് ഗ്രാമപഞ്ചായത്ത്. പക്ഷേ മയ്യനാട് പഞ്ചായത്തിൻ്റെ ഒരു തീരാശാപമാണ് 1981 പണി കഴിപ്പിച്ച ഈ ഷോപ്പിംഗ് കോംപ്ലക്സ്. കാലാകാലങ്ങളായി ഇത് നോക്കുവാൻ ആളില്ലാത്തത് കൊണ്ടും മെയിൻ്റനൻസ് ചെയ്യാത്തതും കൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. ഇത് മൊത്തം ഇടിഞ്ഞ് പൊളിഞ്ഞിരിക്കുക. മുകളിൽ കൂടെ ആരെങ്കിലും നടന്നു പോയാൽ താഴെ മറിഞ്ഞ് വീഴുന്ന ഒരവസ്ഥ. രാവിലെ 6 മണി തൊട്ട് വളരെയധികം ആൾക്കാർ സഞ്ചരിക്കുകയും അതേപോലെ മത്സ്യ മാർക്കറ്റിൽ മീൻ മേടിക്കാനും മറ്റാവശ്യങ്ങൾക്ക് വരുന്നവർ ഒട്ടനവധി പേർ ഇതിലേക്കൂടെ പോകുന്നു. ഒരു മെറ്റൽ കഷ്ണം വീണാൽ പോലും അപകടം നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജീവഹാനി വരെ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മയ്യനാട് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം തകർന്നു വീഴാറായ അവസ്ഥയിൽ 1981 പണി കഴിപ്പിച്ച ബിൽഡിംഗ് വാർക്കക്കമ്പി മാത്രമായി ദിനംപ്രതി കോൺക്രീറ്റ് ഇളകി നിലം പതിക്കുകയാണ്. ഞാനിപ്പോൾ ഈ പറയുന്നത് വെച്ചാൽ വേറൊന്നുമല്ല, ഈ പഞ്ചായത്ത് ഭരണസമിതി കയറിയ കാലം തൊട്ടേ പറയുന്നു ഈ ബിൽഡിംഗ് മാറ്റണം, ഈ ബിൽഡിംഗ് മാറ്റി പുതിയത് കെട്ടണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് അത് അനുമതി കിട്ടുകയും ഇത് ഫീസിബിലിറ്റി ഇല്ല എന്നുള്ളത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കത്ത് നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കടക്കാർ മാറണം എന്ന് പറഞ്ഞിട്ട് പകുതിയോളം ആൾക്കാർ മാറി. പകുതിയുള്ള ആൾക്കാർ മാറാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ പഞ്ചായത്തിന്, ഈ ഭരണസമിതിക്ക് ഇത് ചെയ്യുവാൻ സാധിക്കാതെ നിൽക്കുന്നത്. പല പ്രാവശ്യം പല കാര്യങ്ങളും പറഞ്ഞു, ഒന്നിലും ഒരു പിടുത്തവും തരാതെ വ്യാപാരികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ 40-45 വർഷം പഴക്കമുള്ള ഈ ബിൽഡിങ്ങിൽ 40 വർഷക്കാലമായി കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മൾ ദ്രോഹിക്കാനല്ല പറയുന്നത്. തൊട്ടു താഴെ വാഹന ഗതാഗതത്തോടുമുള്ള റോഡും വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരികയാണ്. ഈ കെട്ടിടത്തിന് മറുവശത്തായി മത്സ്യചന്തയും പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ ഇടനിലനിന്ന് പഞ്ചായത്ത് സെക്രട്ടറിയോ മറ്റുള്ളവരോ ഇടനിലനിന്ന് അവരെ മാറ്റുവാനുള്ള സംവിധാനം ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് ഈ ബിൽഡിംഗ് ഇടിച്ചു പൊളിച്ച് ചെയ്യണം. അല്ലെങ്കിൽ ദൂരവ്യാപകമല്ലാതെ അടുത്ത വർഷകാലം ആകുമ്പോഴത്തേക്ക് ഇത് നിലംപതിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മയ്യനാട് പഞ്ചായത്തിനോട് ചേർന്നുള്ള ബഹുനില കെട്ടിടം പൊട്ടിപ്പൊളിഞ്ഞു വീഴാറായിട്ടും അധികൃതർ മൗനിയായി മാറുന്നതായി പരാതിയുണ്ട്. അതുകൂടാതെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം ഇക്കാര്യത്തിൽ പറയാനുള്ളത് വെച്ചാൽ ഈ മയ്യനാട് പഞ്ചായത്ത് ഓഫീസ് ഇതിലും വലിയ ഗതികേടാണ്. അത് കാലാകാലങ്ങളിൽ മെയിൻ്റനൻസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത്. വയനാട് പഞ്ചായത്തും കെട്ടിടം എന്ന് പറഞ്ഞാൽ ഒരു 50-60 സെന്റിൽ നിൽക്കുന്നു. ആ 60 സെന്റിനകത്താണ് വയനാട് പഞ്ചായത്ത് ഓഫീസും ഈ പറഞ്ഞ കണക്ക് ഈ ബിൽഡിങ്ങും മത്സ്യ മാർക്കറ്റും വളരെ അടുത്തടുത്ത് നിൽക്കുകയാണ്. ഭിത്തിയോട് ചേർന്ന് നിൽക്കുകയാണ്. വയറിങ്ങുകളും ഇലക്ട്രിസിറ്റിയുടെ മീറ്റർ ഘടിപ്പിച്ചിരിക്കുന്ന ബോക്സും തുരുമ്പെടുത്ത് മറ്റൊരു അപകടത്തിന് വഴിയാകുവാൻ സാധ്യതയേറുന്നു. ഇപ്പൊ ഇവിടെ അകത്ത് മത്സ്യ മാർക്കറ്റിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ഒരു കല്ല് വന്ന് വീണാൽ മതി, ഇതെല്ലാം തീരാൻ. അപ്പോ ഇരിക്കുന്ന ജീവനക്കാർക്ക് അല്ലെ ഭരണസമിതിക്ക് അവരെല്ലാം പറയുന്നു ഞങ്ങളെ ജോലി തീർന്നു, ഞങ്ങൾക്കിനി വിഷയമില്ല, ഇനി അതായാലും എന്തെങ്കിലും ഉത്തരവുണ്ടെങ്കിൽ ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട് ആർക്ക്, ഈ പറഞ്ഞ വ്യാപാരികൾക്ക്, അവരാണ് ഉത്തരവാദി എന്നും പറഞ്ഞ് അവരെ മാറ്റാനുള്ള ഒരു പ്രവണതയും കാണിക്കുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. പല കമ്മിറ്റിയും പറഞ്ഞു കുഴഞ്ഞ് ഒരു സാധനമാണ്. ഇനി ഇത് വെച്ച് നീട്ടിയാൽ അയൽവാസി അടുത്ത് ചേർന്ന് കിടക്കുന്ന എനിക്ക് പോലും അത് ബുദ്ധിമുട്ടായി മാറും, അല്ലെങ്കിൽ സമൂഹത്തിന് മൊത്തം ഒരു ബുദ്ധിമുട്ടായി മാറും എന്നുള്ളത് 100%. ബഹുനില കെട്ടിടത്തിന്റെ ഉൾഭാഗങ്ങളിൽ അടർന്നു വീണ കോൺക്രീറ്റ് പാളികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ജില്ലാ കളക്ടർ തൊട്ട് താപ്പോട്ട് എല്ലാവർക്കും പരാതി കൊടുത്തു, പല തവണ കൊടുത്തു. അതിന് പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതിക്ക് മുമ്പാകെ കമ്മിറ്റിയിൽ പല പ്രാവശ്യം ഞാനിത് ഉന്നയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ പറഞ്ഞ കണക്ക് ഇത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കൊണ്ട് നോക്കാനും ഇത് ഫീസിബിലിറ്റി ഇല്ല എന്ന് തെളിയിക്കുവാനും സാധിച്ചത്. കെട്ടിടത്തിന്റെ താഴ്വശം ചുവരുകൾക്കും ബലക്ഷയം സംഭവിച്ചു കഴിഞ്ഞു. ഇനിയും ഈ കെട്ടിടം ഈ അവസ്ഥയിൽ നിലകൊണ്ടാൽ ഏറെ വിദ്യാസമ്പന്നരും ഉദ്യോഗാർത്ഥികളുമുള്ള മയ്യനാടിനെ നാണക്കേടിന്റെ വലിയ ഒരു അപകടം പതിക്കുന്ന പടുകുഴിയിലേക്ക് തള്ളിവിടുമെന്നുള്ളത് ഉറപ്പാണ്. അതിന്റെ കൂടെ ഈ മയ്യനാട് പഞ്ചായത്ത് ഓഫീസ് കൂടെ ചെയ്യണം. 1981 പണി കഴിപ്പിച്ചതാണ്. ഇപ്പൊ വർഷം 45-46 വർഷമായി. കാലാകാലങ്ങളിൽ മെയിൻ്റനൻസ് ചെയ്തിരുന്നെങ്കിൽ ഇച്ചിരിയെങ്കിലും വൃത്തിയായിട്ടിരുന്നത്.